CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം ഘട്ട ഡിജിറ്റൽ ലാൻഡ് സർവേയിൽ എളവള്ളി വില്ലേജിനെ പ്രഥമ പരിഗണനയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കറുകപുത്തൂർ അഖിലാണം തെക്കേപുരക്കൽ വീട്ടിൽ സുമേഷ്, വാസുദേവൻ, അറക്കൽ വീട്ടിൽ അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറി. പാത്രമംഗലം പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണിയുടെ പിതാവ് ഐനൂർ പ്ലാങ്ങാലത്ത് പോൾസൺ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. കേച്ചേരി മഴുവഞ്ചേരിയിൽ കൊച്ചിൻ ദേവസ്വം ഭൂമിയിലെ താമസക്കാരുടെ ജീവൻ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ. ഏതു സമയവും നിലംപതിക്കാവുന്ന കൂറ്റൻ മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണ് ജീവന് അപായമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ജില്ലാ കളക്ടർ ADM എന്നിവർക്ക് ശ്രീകുമാർ പരാതി നൽകിയത്. മനുഷ്യജീവന് ഭീഷണിയായ കുഴിയിൽ ചേമ്പ് നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. സംസ്ഥാനപാതയിൽ മേലെ അക്കിക്കാവ് ജംഗ്ഷനിലെ മരണക്കുഴിയിലാണ് ചേമ്പുനട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചത്. നെയ്യാറ്റിൻകര മഞ്ചേരി കലാസാഹിത്യവേദി ഏർപ്പെടുത്തിയ കാവ്യമഞ്ചേരി പുരസ്കാരം പ്രശസ്ത കവിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണന് സമ്മാനിക്കും. പട്ടിത്തടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിത്തടം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത CPM ഭരണാധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തി. ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് ഇടതുപക്ഷത്തെയും കോൺഗ്രസ് വിമത വിഭാഗത്തെയും പരാജയപ്പെടുത്തി മിന്നുന്ന വിജയം നേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായി ആഹ്ലാദ പ്രകടനം നടത്തി. ജീവ ഗുരുവായൂരിന്റെ കനോലി കനാൽ സംരക്ഷണ യാത്ര ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ജീവ ഗുരുവായൂർ നടത്തിയ കനോലി കനാൽ ജലയാത്രയ്ക്ക് അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ നടത്തി. എരുമപ്പെട്ടി ദുബായ് പാലസിനു സമീപം സ്കൂട്ടർ ഇടിച്ച് കാൽനടയാത്രക്കാരന് പരിക്കേറ്റു. എരുമപ്പെട്ടി കുന്നത്തു വീട്ടിൽ മോഹനനാണ് പരിക്കേറ്റത്. സംസ്ഥാനപാതയിലെ നിരവധി അപകടങ്ങൾക്ക് കാരണമായ പെരുമ്പിലാവ് പെട്രോൾ പമ്പിനു സമീപത്തെ മരണക്കുഴി ടാറിംഗ് ചെയ്തടക്കാത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി വാഴനട്ട് നിൽപ്പു സമരം നടത്തി പ്രതിഷേധിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ സെന്റ് ഇഗ്നീഷ്യസ് കുടുംബ കൂട്ടായ്മ വയോജനങ്ങളെ ആദരിച്ചു. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയായ ഡിജി കേരളം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചൂണ്ടൽ പാറന്നൂർ ജനകീയ വായനശാലയിൽ വളണ്ടിയർമാർക്കുള്ള രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു. SSF വടക്കേക്കാട് ഡിവിഷന്റെ നേതൃത്വത്തിൽ 31ാമത് സാഹിത്യോത്സവം നടത്തി. അക്കിക്കാവ് കപ്പൂർ ലക്ഷ്മി ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. കുന്നുകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1974 മുതൽ 2014 വരെയുള്ള ബാച്ചുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 1925 രൂപീകൃതമായ വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ 100ാം വാർഷികത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. ജമാഅത്തെ ഇസ്ലാമി മുഖപത്രമായ പ്രബോധനം ക്യാമ്പയിൻ കുന്നംകുളം ഏരിയ പക്ഷാചരണ ഉദ്ഘാടനം നടന്നു. വേലൂർ പഞ്ചായത്തിലെ റോഡ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ വേലൂർ പഞ്ചായത്ത് കോൺഗ്രസ് 172ാം ബൂത്ത് പ്രതിഷേധ സമരം നടത്തി. ചിറമനേങ്ങാട് വായനശാലയിൽ സുവിധം ഫൗണ്ടേഷൻ പെൻഷൻ വിതരണം നടത്തി. CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് 2024 പന്നിത്തടത്ത് കാനം രാജേന്ദ്രൻ ഹാളിൽ സംഘടിപ്പിച്ചു. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി ഇടവക നവതി ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിയുടെയും കുന്നംകുളം സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.